സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് സർവകലാശാല ഡീനിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് CM ജനറൽ സെക്രട്ടറി CP ജോൺ. കുട്ടികൾക്ക് സംരക്ഷണം നൽകാത്ത ഡീനിന് പിണറായി വിജയൻ സംരക്ഷണം ഒരുക്കുമോ എന്ന് കാണണമെന്നും CP ജോൺ പറഞ്ഞു. കേരളത്തോട് ഡീൻ മാപ്പ് പറയണമെന്നും CP ജോൺ ആവശ്യപ്പെട്ടു. പ്രതികൾക്കായി CK ശശീന്ദ്രൻ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയത് പാർട്ടി ഉത്തരവ് പ്രകാരമാണെന്നും CK ശശീന്ദ്രന് ഇതിനേക്കാൾ നല്ലത് വിഷം കഴിച്ച് മരിക്കലാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മക്കളെ രക്ഷിക്കണം, മക്കളെ തല്ലിക്കൊല്ലുകയാണ്. മക്കളെ തല്ലിക്കൊല്ലുമ്പോൾ അവരുടെ സഹോദരന്മാർക്കും രക്ഷാകർത്താക്കൾക്കും നോക്കി നിൽക്കാൻ കഴിയില്ല. ഒരു ഡീൻ എന്ന് പറയുന്ന നരാധമൻ പറയുന്നത് ഞാൻ സെക്യൂരിറ്റി സർവീസ് അല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി ഈ വൃത്തികെട്ട അധ്യാപകനുണ്ട് എന്നാണ്. അയാളെ തെരുവിൽ നേരിടും. ഗൂണ്ടകളൊന്നുമല്ല, ഞങ്ങളുടെ നേരിടും. എനിക്ക് SFI ഗുണ്ടകളെ നേരിടേണ്ട ആവശ്യമില്ല. ഇത്തരം അധ്യാപക വേഷം കെട്ടിയിട്ടുള്ള അധ്യാപക വൈകൃതങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയിട്ട് പറയുകയാണ് ഒരു കുട്ടിയെ തല്ലിക്കൊന്നപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ മരണവിവരം വിളിച്ചറിയിച്ചു. 1-ാം പ്രതി ഡീനാണ്. ഈ കൊലപാതക കേസിൽ ഡീനിനെ പ്രതിയാക്കണം, വാർഡനെ പ്രതിയാക്കണം. പക്ഷേ പിണറായി വിജയൻ കൊലപാതക കേസെടുക്കാൻ പോലും തയ്യാറല്ല. എനിക്ക് ലജ്ജ തോന്നുന്നു. എൻ്റെ സഹപ്രവർത്തകനായ CK ശശീന്ദ്രൻ ഏറ്റവും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ശശീന്ദ്രൻ. ഞാൻ സംശയിക്കുന്നത് ശശീന്ദ്രനെ ഭീഷണിപ്പെടുത്തി വിട്ടതായിരുന്നു, ശശീന്ദ്രനെ വഷളാക്കാൻ. പക്ഷെ ശശീന്ദ്രന് ഇതിനേക്കാളും നല്ലത് വിഷം കഴിച്ച് മരിക്കുന്നതായിരുന്നു. എന്നോടൊപ്പം നിരവധി സമരങ്ങളിൽ നിന്നൊരാളാണ് ശശി. എന്തിനാണ് ശശി ഇത്രയും വൃത്തികെട്ട പ്രതികൾക്ക് വേണ്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്ന് അപഹാസ്യനായത്? പിണറായി വിജയൻ പറയാതെ ശശി പോവുമോ? പിണറായി വിജയനും MV ഗോവിന്ദനും പറയാതെ പോവില്ല. കേരളം ഇനിയും വേണ്ടത്ര ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ വിമർശനം. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു.